ബിസിനസ് പ്ലാനിംഗ് മുതൽ എക്സിക്യൂഷൻ വരെയുള്ള ആ ഒരു പ്രോസസ്സിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം വരുന്നതും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ബിസിനസ് രജിസ്ട്രേഷൻ. ഏത് രീതിയിലുള്ള ബിസിനസ് രജിസ്ട്രേഷനാണ് എൻ്റെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അത് എടുക്കുന്നത് കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? നാളെ മറ്റൊരാളെ ബിസിനസ്സിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? എത്രത്തോളം നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് കഴിയും? ലാഭം നമുക്ക് എപ്പോഴെല്ലാം എടുക്കാനായിട്ട് കഴിയും? ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ധാരാളമാണ്. നമുക്ക് ഓരോ സംശയങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് പോകാം. അതുമായി ബന്ധപ്പെട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും തുടർന്ന് വരുന്നത്. നമുക്ക് ഇന്ത്യയിൽ പല രീതിയിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. അതിലൊന്നാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, മറ്റൊന്ന് പാർട്ട്ണർഷിപ്പ് ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇവ ഓരോന്നും എന്തെല്ലാം ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടർന്നുള്ള എപ്പിസോഡ്സിൽ നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തനിച്ച് ഒരു വ്യക്തി ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് റൺ ചെയ്യുന്നു. ഇതിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആർക്കെല്ലാമാണ് സ്യൂട്ടബിൾ ആവുന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ബിസിനസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥാപനം എടുത്തിട്ടോ ഒരു കടമുറി എടുത്തിട്ടോ ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന രീതി വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. എന്താണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടേമിനകത്ത് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, തനിച്ച് ഒരു ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ തനിച്ച് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് റൺ ചെയ്യുന്നു. ഇതിനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ആർക്കെല്ലാമാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സ്യൂട്ടബിൾ ആവുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന്, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ചെറിയ രീതിയിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കടമുറി എടുത്തിട്ടോ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ബിസിനസ് ചെയ്യുകയാണ്. ഈ ബിസിനസ് ആശയം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് ബിസിനസ് അത്രത്തോളം സക്സസ്ഫുൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കാം. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാൻ കഴിയത്തില്ല, വലിയ രജിസ്ട്രേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സോൾ പ്രൊപ്രൈറ്ററായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇനി ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ രീതി ഇല്ല. ഏതെങ്കിലും ഒരു മിനിസ്ട്രിക്ക് അണ്ടറിൽ നിങ്ങൾക്ക് സോൾ പ്രൊപ്രൈറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ ഒരു രീതി ഇന്ത്യയിലില്ല. അതിനുള്ള കാരണം, സോൾ പ്രൊപ്രൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ബിസിനസ്സും വെവ്വേറെയല്ല. ഒരു ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളും ബിസിനസ്സും വെവ്വേറെയാണ്. നിങ്ങൾക്കൊരു നിയമം, ബിസിനസ്സിനൊരു നിയമം. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനകത്ത് അങ്ങനെയല്ല, നിങ്ങൾക്കും ബിസിനസ്സിനും ഒരേ നിയമമാണ് വരുന്നത്. കാരണം നിങ്ങളും ബിസിനസ്സും വെവ്വേറെയല്ല. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത്തരത്തിൽ സോൾ പ്രൊപ്രൈറ്ററായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കംപ്ലയിൻസസ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം തോറും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഫയലിങ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കമ്പനി ആയിട്ടാണ് നിങ്ങൾ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇയർലി നിങ്ങൾ ROC ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും, ഒപ്പം തന്നെ IT ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും, ദെൻ KYC അപ്ഡേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അത്തരത്തിലുള്ള ഇയർലി മാൻഡേറ്ററി കംപ്ലയിൻസസ് ഒന്നും നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് IT ഫയലിങ്സ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടാതെ ഈ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റ് പാർട്ട്നേഴ്സ് ഇല്ല. നിങ്ങൾക്ക് മാത്രമാണ് ഇതിൽ 100% ഷെയറും ഉള്ളത്. സോ നിങ്ങൾ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാവില്ല. വളരെ ക്വിക്കായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടും കഴിയും. ഒരുപാട് പേരുടെ നിന്ന് അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യമൊന്നും ഈ പറയുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വരുന്നില്ല. ഇനി ഈ സോൾ പ്രൊപ്രൈറ്ററായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ട ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങളും ബിസിനസ്സും വെവ്വേറെയല്ല, നിങ്ങളും ബിസിനസ്സും ഒന്നാണ് ഈ പറയുന്ന സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ബിസിനസ്സിൽ 1 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. നാളെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു കേസ് വരികയാണ്. അത്തരത്തിൽ ഒരു കോടതി വിധിക്കുകയാണ് 1.5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 ലക്ഷം രൂപ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ അസറ്റിൽ നിന്നും ഒരു 50,000 രൂപ കൂടി, അങ്ങനെ 1.5 ലക്ഷം രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ബാധ്യത അൺലിമിറ്റഡ് ആണ്. കാരണം നിങ്ങളും ബിസിനസ്സും വെവ്വേറെയല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കമ്പനി രൂപത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളമാണോ ഒരു ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് അത്ര മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യത വരുന്നുള്ളൂ. ഇനി മറ്റൊരു ഡിഫിക്കൽട്ടി,
ഇത്തരത്തിൽ സോൾ പ്രൊപ്രൈറ്ററായിട്ട് പോകുന്ന സമയത്ത് എല്ലാ ലൈസൻസുകളും, ഇപ്പോൾ നിങ്ങൾ പാക്കേഴ്സ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും MSME ആണെന്നുണ്ടെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ ലൈസൻസുകളും നിങ്ങളുടെ പേരിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഈ ബിസിനസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, മറ്റൊരാൾക്ക് നിങ്ങൾ ഈ ബിസിനസ് വിൽക്കുന്ന സമയത്ത് ഈ ലൈസൻസുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ധാരാളം പണച്ചെലവ് വരും, മാത്രമല്ല ധാരാളം സമയവും എടുക്കും. കൂടാതെ നിങ്ങളുടെ കാലശേഷം ഈ ബിസിനസ് നോക്കി നടത്താനായിട്ട് മറ്റൊരാൾക്ക് കഴിയത്തില്ല. കാരണം നിങ്ങളും ബിസിനസ്സും വെവ്വേറെയില്ല, നിങ്ങളില്ലാതായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സും ഇല്ല. ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ ബിസിനസ് നിങ്ങൾ തനിച്ചാണ് റൺ ചെയ്യുന്നത്, നിങ്ങൾ മാത്രം ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ആളുകൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റീസ് ആയിട്ടായിരിക്കും, കമ്പനിയുടെ ഓണർഷിപ്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ തനിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കും. അതുകൊണ്ട് തന്നെ ഫണ്ട് റേസിങ് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, ചില ലോണുകൾ, ഉദാഹരണത്തിന് PMEGP എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ലോണ്, 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ, ഈടില്ലാതെ ലഭിക്കുന്ന ഒരു ലോണാണ് PMEGP. ഇത് അവെയിൽ ചെയ്യാനായിട്ട് സോൾ പ്രൊപ്രൈറ്റർക്കേ കഴിയത്തുള്ളൂ. കമ്പനിക്ക് ഇത്തരത്തിലൊരു PMEGP ലോൺ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി വർഷം തോറും ചെയ്യേണ്ട കംപ്ലയിൻസസ് എന്തൊക്കെയാണ്? IT ഫയലിങ്സ്, ഇൻകം ടാക്സ് ഫയലിങ്സ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ GST റിട്ടേൺസ് നിങ്ങൾ മാസം തോറും ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡിപ്പെൻസ്, ബിസിനസ്സിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടും ബിസിനസ്സിൻ്റെ ടേൺ ഓവറിനനുസരിച്ചിട്ടും എല്ലാം ഈ GST വേണോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യം പറയുകയുണ്ടായി, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ലൈസൻസ്, ഒരു രജിസ്ട്രേഷൻ രീതി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ലൈസൻസുകൾ എടുക്കാം, ഓപ്ഷണലാണ്. അതിലൊന്നാണ് MSME രജിസ്ട്രേഷൻ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് രജിസ്ട്രേഷൻ, ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും. ആ ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാം. MSME ലോണുകൾ ലഭിക്കാനായിട്ടും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടും എല്ലാം സഹായിക്കുന്ന ഒരു ലൈസൻസിങ് രീതിയാണ് MSME രജിസ്ട്രേഷൻ. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. GST രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ടേൺ ഓവർ, സെയിൽസ് വർഷം തോറും ഒരു ത്രെഷോൾഡ് ലിമിറ്റിൽ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടാതെ കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എപ്പോഴും ഈ സോൾ പ്രൊപ്രൈറ്ററായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന പൈസകളൊന്നും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യരുത്. അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തതായിട്ട് വരും. മേ ബി ബാങ്ക് ചോദിക്കുന്നത് ട്രേഡ് ലൈസൻസ് ആയിരിക്കാം, ലോക്കൽ ബോഡിയിൽ നിന്ന് ലഭിക്കുന്ന ട്രേഡ് ലൈസൻസ് ആയിരിക്കാം, GST ആയിരിക്കാം, MSME ആയിരിക്കാം. അത്തരത്തിലുള്ള ലൈസൻസുകളെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് ബിസിനസ്സിൻ്റെ പേരിൽ എടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത്തരത്തിൽ കറണ്ട് അക്കൗണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് റൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ നിക്ഷേപത്തിൽ വളരെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ആരംഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന രീതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഇത് മാത്രമല്ല, തുടർന്നുള്ള എപ്പിസോഡ്സിൽ മറ്റ് രജിസ്ട്രേഷൻ രീതികളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. സോ മറക്കാതെ കാണുക.